ജോൺ, ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. 138 കേസ്. ബൗൺസ് ആയ ചെക്കിന്റെ ഒറിജിനൽ മാറ്റി അതിനു പകരം ഫോട്ടോസ്റ്റാറ്റ് വെച്ച് സ്വന്തം കക്ഷിയെ തന്നെ തോപ്പിക്കുക. ഇതൊക്കെ എത്ര ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ അല്ലേ? എന്തായാലും കൗൺസിലിൽ ജോണിനെതിരെ അയാൾ ഒരു പരാതി കൊടുക്കും. അത് ബോധ്യപ്പെട്ടാൽ അറിയാമല്ലോ. പിന്നെ വക്കീലിന്റെ എൻറോൾമെന്റ് പോലും ക്യാൻസലായി. ഇപ്പൊ സാറന്മാർ കൂട്ടത്തോടെ എടുത്ത് തീരുമാനം. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ പരിപാടി എനിക്ക് മടുത്തായിരുന്നു. ചേച്ചി പേടിക്കണ്ട, സാറിന് ഇവിടെ എന്തായാലും ഇഷ്ടാവും. ഇങ്ങോട്ട് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പൊ ഈ വീട് നോക്കാൻ വേണ്ടി വന്ന. അത് നന്നായി. വീടിൻ്റെ അടുത്തൊരു വക്കീലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണ്. ഞാൻ ഈ KSRTCയിലാണേ. അപ്പോൾ 1.5 വരുള്ളൂ. അമ്മയാണെങ്കിൽ ഒറ്റയ്ക്കുക. വീടിൻ്റെ അടുത്തൊരു കുടുംബവും കുട്ടികളും ഒരു ബഹളമൊക്കെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷം. അതുപോലെ അമ്മയാണെങ്കിൽ സംസാരത്തിൻ്റെ കാര്യത്തിൽ നല്ല മിടിക്കുക. ഏതായാലും വളരെ സന്തോഷം. ശരി ശരി, ഓക്കെ. ആ സാറേ, സാധനങ്ങളൊക്കെ ഇറക്കല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ആർക്കൊക്കെ? എന്നിട്ട് വേണം കണ്ട തെണ്ടികൾ വീട്ടിൽ കയറി നിറങ്ങാൻ. തെണ്ടികളോ? ഏത് തെണ്ടികൾ സാറേ? അയ്യോ സാറേ, ഇതാ നമ്മൾ പറഞ്ഞ വീട്. വേണ്ട, വേറെ സ്ഥലം നോക്കാം. വേറെ സ്ഥലം എന്താണ്? ഒരു വട്ടം, ഒരേ ഒരു വട്ടം കൂടെ ഞാൻ നിന്റെ കൂടെ നിൽക്കാം. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിന്റെ കൂടെ ജീവിക്കുന്നവരുള്ള സഹതാപം കൊണ്ടാ. അവൾ എൻ്റെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ അവൾ എന്നെ അനുസരിക്കേണ്ടത്, അല്ലാതെ അവളുടെ തോന്നിയ പോലത്തെ നടപ്പല്ല. നിനക്ക് നിന്റെ അമ്മായിപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരാന്ന് തോന്നി. അയാൾക്കെതിരെ നീ കേസ് കൊടുക്കാൻ പോയപ്പോൾ സ്വന്തം അപ്പനെതിരെ കേസിൽ ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ നീ പറഞ്ഞ തോന്നിയ പോലുള്ള നടപ്പ്. അതിൻ്റെ പേരിൽ നിനക്ക് അവളെ വേണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ട്രാൻസ്ഫറാ. അവിടെ അടുത്താണ് ഷൈനുൻ്റെ എളാപ്പൻ്റെ വക്കീൽ ഓഫീസ്. അത്യാവശ്യം തിരക്കുള്ളൊരു വക്കീലാ. എളാപ്പ വിചാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവിടെ പ്രാക്ടീസ് തുടങ്ങാനും പറ്റും. നല്ല വീടല്ലേ? ഇതും ഓക്കെ അല്ലെങ്കിൽ സാറ് ശരിക്കും എങ്ങനെയുള്ള ഇവിടെ നോക്കുന്നത്? ശല്യമൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞിടക്കുന്ന പറഞ്ഞാൽ ഈ അയൽക്കാരൊന്നും ഇല്ലാത്ത. ഓ അങ്ങനെയാണെങ്കിൽ ഒരു വീടുണ്ട് സാറേ. കുറച്ച് കാലമായിട്ട് പൂട്ടി കിടക്കുന്നതാണ്, പക്ഷേ പുതിയ വീടാണ്. അത് ഈ വീട്ടുകാർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ച വീടാണ്. പക്ഷേ സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ 6 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ 6 മാസത്തേക്ക് ഇറക്കി വിടാൻ അവർക്ക് പറ്റില്ല. അതെ. എന്നാൽ അത് കണ്ടോളൂ. സാറേ, ഇതുകൊള്ളാം, പ്രൈവസി ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെയോ? സാറേ, കറണ്ടും ക്ലീനിങ്ങും വെള്ളമുണ്ട്. ബാക്കിയൊക്കെ ടപ്പേനെ ശരിയാക്കാം. പിന്നെ ഫോണിൻ്റെ കുടിശ്ശിക കുറച്ച് ബാക്കിയുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ, അത് ഞാൻ ശരിയായിക്കോളാം. സാറ് പേടിക്കണ്ട. വാ. ടിറ്റുമോനെ, നീ എന്തേ നോക്കുന്നേ? ആ കിളി എന്തിനാ കരയണേ? അതിനെന്താ ഉറക്കമില്ലേ? അതോ അതിന്റെ ഫ്രണ്ടേ തിരിച്ചു വന്ന് കാണിയല്ല. അതിങ്ങനെ കൂട്ടുകാരനെ കാത്തിരിക്കാവും. നമുക്കുറങ്ങാം. ബാ മോളെ. മോളെ രാത്രി എഴുന്നേറ്റ് നടക്കല്ലോ കേട്ടോ. പരിചയമില്ലാത്ത സ്ഥലല്ലേ, വീഴും. ഉറങ്ങിക്കോണേ. കറണ്ട് നാളെ കിട്ടില്ലേ?
എന്തിനു പറഞ്ഞാക്കി ഒരു 10 കൂടെ കത്തിച്ചു പോയി. ഈ അമീറിനപ്പം എവിടെയാ പഠിച്ചേ? ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരുമിച്ചായിരുന്നു, പ്രീ ഡിഗ്രിയും ഡിഗ്രി. അവൻ ജേർണലിസ്റ്റ് എടുത്തു, ഞാനിതു. തൽക്കാലം ഇതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യേ. വീടൊക്കെ ശരിയായോ? ആയി സർ. ഓ, ഈ പോക്കും വരവൊക്കെ എങ്ങനെയാ? സ്കൂട്ടറുണ്ട്. എന്താടാ? പപ്പ, ഇന്നലെ ഉണ്ടല്ലോ ഒരു കിളി കരയുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ഒച്ച കേൾക്കുന്നില്ല. ആണോ? കൂയി, കൂയി. റെഡിയാ? ഫ്രെഡി. ഉമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ഇനി എപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാനാ? വൈകണ്ട, ഒരു നിക്കലില്ലാന്നാ പറഞ്ഞേ. ആ, എന്നാ പോകും. നീ ഇന്ന് പോകുന്നു പറഞ്ഞ ഉറപ്പാണോ? നീയല്ലേ പറഞ്ഞേ അന്നെന്നെയും കൂടെ അടുപ്പിക്കില്ല എന്നൊക്കെ. ഷേ, അതന്നത്തെ മൂഡിലും ആ സിറ്റുവേഷനിലൊക്കെ വെച്ച് പറഞ്ഞല്ലേ. അതുകൊണ്ടാണ് നീ പോകുമെന്ന് പറഞ്ഞേ. ഏയ്, 2 എണ്ണം അടിച്ച് ഇവിടെ ഉമ്മയെ പിടിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ പോയി സമാധാനമായിട്ട് ഉറങ്ങുന്നല്ലേ. അപ്പോൾ എങ്ങനെയാ, എല്ലാം ഓക്കെ അല്ലേ? ഷൈനൂടെ ഉള്ളപ്പം നല്ല തിരക്കുള്ള ഒരാളാണ്. ധാരാളം കേസും ഉണ്ടാവും. അവിടെ അങ്ങ് പിടിച്ച് കൂടാൻ നോക്ക്. ഇന്നലെ തന്നെ ഞാൻ 2-3 പേരെ നോക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾ കഴിയട്ടെ. അവന്മാരെ ചാടിച്ചിട്ട് സ്വന്തമായിട്ടൊരു ഫേം തുടങ്ങണം. തോന്നി. അതങ്ങനെ വരുള്ളൂ എനിക്കറിയായിരുന്നു. എന്തെങ്കിലും കാണിക്കുക, രക്ഷപ്പെട്ട് കണ്ടാൽ മതി.
ഉറങ്ങണ്ടേ? ഉറക്കം വരുന്നില്ല പപ്പ. അതൊക്കെ വരും. പപ്പ ഉറക്കാം. ഉറങ്ങിക്കോ.